എ കെ ബാലൻ്റെ പ്രസ്താവന ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കുക, അതോടൊപ്പം തന്നെ മാറാട് ഉൾപ്പെടെയുള്ള കലാപങ്ങൾ ആവർത്തിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. BJP പോലും പലപ്പോഴും പറയാൻ മടിച്ച കാര്യങ്ങളാണ്. ഈ ബാലൻ്റെ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ല, ഈ പിണറായി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാനായിട്ട് വളരെ ബോധപൂർവം CPM ഒരു വർഗീയ ധ്രുവീകരണത്തിന് കേരളത്തിൽ ശ്രമിക്കുക. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അബ്ദുൽ നാസർ മദനിയെ വാളയാറിൽ നിന്നും തിരുവനന്തപുരം വരെ ആനയിച്ചു കൊണ്ടുപോയത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അന്ന് ശംഖുമുഖത്ത് വലിയ സ്വീകരണമാണ് അബ്ദുൽ നാസർ മദനിക്ക്, ഒരു രാജ്യദ്രോഹ കുറ്റത്തിൽ ജയിലിലായ മദനിക്ക് അന്ന് വാളയാറിൽ നിന്നും സ്വീകരണം കൊടുത്തത്. ഇനി പാലക്കാടിൻ്റെ കാര്യം എടുത്താലോ, 2015-20 കാലഘട്ടത്തിൽ വെൽഫെയർ പാർട്ടിക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടിക്ക് പാലക്കാട് നഗരസഭയിൽ വിജയിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുത്തത് ഇടതുപക്ഷമാണ്, CPM ആണ്. CPM ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് പാലക്കാട് നഗരസഭയിൽ വെൽഫെയർ പാർട്ടിയുടെ അംഗം ഇടതുപക്ഷത്തോടൊപ്പമാണ് ഇരുന്നത്. PDPയെയും SDPയെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയെയും എല്ലാം കാലാകാലങ്ങളിൽ ഉപയോഗിച്ചത് ഇടതുപക്ഷമാണ്. അപ്പോൾ ആ ഇടതുപക്ഷം ഇപ്പോൾ ഒരു വർഗീയ ധ്രുവീകരണത്തിന്, അവരുടെ ഭരണപരാജയം മറച്ചു വെക്കാനായിട്ട് ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. ശ്രീ A K ബാലനെ പോലെയുള്ള ഒരു CPMൻ്റെ മുതിർന്ന നേതാവ് ഇത്തരത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരാമർശം, ഹിന്ദു വോട്ട് ബാങ്ക് അതിൽ കണ്ണുനട്ടുകൊണ്ടുള്ള പ്രസ്താവനയായിട്ടേ ഞങ്ങൾക്കിതിനെ കാണാൻ കഴിയും. അതായത് ഒരു മുസ്ലിം ഭീതി ഉണ്ടാക്കി പോയ പല വോട്ടുകളും, പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ CPMന് കാലങ്ങളായി കിട്ടിയിരുന്ന വോട്ടുകൾ BJPയിലേക്ക് പോയി. അത് തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണോ? തീർച്ചയായിട്ടും CPMന് ഹിന്ദു വോട്ട് ബാങ്കിൽ ഇനി വിള്ളലുണ്ടാക്കാനോ അതിലേക്ക് കടന്നു കയറാനോ സാധിക്കില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ തനി സ്വഭാവം, CPMൻ്റെ തനി നിറം ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത മനസ്സിലാക്കിയിരിക്കുക. ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ഇപ്പോൾ ശബരിമലയിൽ നടത്തിയ കൊള്ള, ഇതെല്ലാം ഹിന്ദു ജനവിഭാഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവരുടെ ഇരട്ടത്താപ്പ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണ നടപടികളുമായിട്ട്, വാക്കുകളുമായിട്ട് ഇവർ പ്രത്യക്ഷപ്പെടുന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രീ A K ബാലൻ്റെ പ്രസ്താവനയെ ഒരു വിധത്തിലും കേരളത്തിലെ ജനത അംഗീകരിക്കില്ല, കേരളത്തിലെ ജനത തള്ളിക്കളയും.